സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് എടുത്ത് നോക്കാം. അപ്പം ഇത് നമ്മൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ മാനുവൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ പെട്ടിയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ VR ബോക്സ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഇതിൻ്റെ വില ഏകദേശം വരുന്നത് ഒരു 530 സംതിങ് വരും. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ നമ്മൾ വഴിയേ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വെക്കുന്ന ഏരിയ. ഇതിങ്ങനെ തുറന്ന് ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതാ ഇതിങ്ങനെ തുറന്ന് വെച്ചിട്ട് ഇവിടെ ഫോൺ വയ്ക്കാം. ഇതിൽ ശരിക്കും 6 ഇഞ്ചുള്ള ഫോണേ വെക്കാൻ കഴിയുമെന്നാണ് ഇതിൻ്റെ കമ്പനിക്കാർ പറയുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു ഫ്രിങ് ആക്ഷൻ ആണ് കേട്ടോ. ഇതിങ്ങനെ നീക്കാനൊക്കെ കഴിയും. അപ്പം ഇതിൻ്റെ കമ്പനിക്കാർ പറയുന്നത് ഇതിനകത്ത് 6 ഇഞ്ചുള്ള ഫോൺ മാത്രമേ തികയ്ക്കാൻ കഴിയുമെന്നാണ്. പക്ഷെ ഞങ്ങളുടെ ഫോൺ ഏകദേശം 6.5 ഇഞ്ച് ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഇതിനകത്ത് തികയുന്നുണ്ട് ഗൈസ്. അപ്പം നമുക്കിതാ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്കിവിടെ ഫോട്ടോ വീഡിയോ എടുക്കണമെങ്കിൽ ഇവിടെ ക്യാമറ കാണാൻ പാകത്തിന് ഒരു സ്പേസ് വരുന്നുണ്ട്. ഈ വശത്തേക്ക് നമുക്കിനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കറിൻ്റെ സൗണ്ട് കേൾക്കാനുള്ള ഏരിയ ആണ്. അപ്പം ഇത് നമ്മൾ എല്ലാ ശരീരത്തിനും ഒരു അട്രാക്റ്റീവ് ആണ്. അപ്പം ഇത് നമ്മൾ വളരെ സ്ട്രെച്ചബിൾ ആണ്. ഇത് നല്ലോണം വലിയൊക്കെ ചെയ്യും. എന്നാലും ഇത് വലിഞ്ഞ് നീണ്ടു പോകത്തില്ല. ഇതിപ്പോൾ എല്ലാ ശരീരത്തിനും ഇങ്ങനെ ഒരു ഫിറ്റഡ് ആണ്. ഇവിടെ നമുക്കിപ്പോൾ നമ്മളിങ്ങനെ വെക്കുകയാണെങ്കിൽ പിന്നെ കുറേ നേരം വെക്കുമ്പോൾ ഇവിടെ വേദന എടുക്കത്തില്ലേ. അതുകൊണ്ട് ഇവിടെ പഞ്ഞി പോലത്തെ ഒരു പോർഷനും തന്നിട്ടുണ്ട്. അപ്പം ഇത് 500 രൂപയ്ക്ക് നമുക്ക് വെർത്താണ്. അപ്പം ഇത് ഫുള്ളായിട്ട് നമുക്കൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ലെങ്സ് പിന്നെ നമുക്ക് അഡ്ജസ്റ്റീവ് ആണ്. ഇവിടെ നമുക്ക് അതിൻ്റെ ഒരു ഇത് വന്നിട്ടുണ്ട്. നമുക്ക് സൈഡിലേക്ക് ആക്കണമെങ്കിൽ ഇവിടെ പിടിച്ച് നിൽക്കാം. ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കിയിട്ട് നമ്മുടെ കണ്ണുകൾക്കും ശരീരത്തിനനുസരിച്ച് ഇങ്ങനെ വെക്കാവുന്നതാണ്. ഞാൻ പറയുന്നതിന് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. സോറി, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇതിലിപ്പോൾ നമുക്ക് 360 വീഡിയോസാണ് ഷൂട്ട് ആവുന്നത്. അല്ലാത്ത മോഡ് പറ്റും. പക്ഷെ യൂട്യൂബ് കാണുമ്പോൾ VR മോഡാണ് ഇടുന്നത്. യൂട്യൂബിൽ ഇപ്പോൾ ഇത് VR ബോർഡ് എന്തോന്ന്. അപ്പം നമുക്ക് ഈ ഐറ്റം വെച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമുക്ക് നോക്കാം. എന്നിട്ട് ഈ പ്രോഡക്റ്റ് നമുക്ക് ഈ വെർത്താണോ എന്നും കൂടി നോക്കിക്കളയാം. ഇത് എനിക്ക് കറക്റ്റ് ഫിറ്റാണ്. ഇപ്പം നമ്മൾ യൂട്യൂബിൽ 360 റോളർ കോസ്റ്ററിൻ്റെ വീഡിയോ ആണ് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നോക്കാം. ഇത് ഞാൻ വേറൊരു ലോകത്താണ്. ഇതിപ്പോൾ എനിക്ക് വേറെ ഒന്നും കാണാൻ കഴിയില്ല. ഫുൾ ഈ സ്ക്രീനാണ്. ഇതിപ്പോൾ 360 ആയതുകൊണ്ട് അങ്ങോട്ട് നോക്കിയാൽ അവിടെ കാഴ്ചകൾ, ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കാഴ്ചകൾ, അങ്ങനെ നമുക്ക് കാണാൻ കഴിയും. മേലേക്ക് നോക്കിയാലാണെങ്കിൽ ആകാശം. ശരിക്കും ഇത് റോളർ കോസ്റ്റർ തന്നെയാണ് കേട്ടോ ഗൈസ്. ഇത് നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനോസർ വേൾഡിൻ്റെ ഒരു 360 വീഡിയോ ആയിട്ടാണ് നോക്കാൻ. അപ്പോൾ ഇത് നമുക്കൊന്ന് വെച്ച് നോക്കാം. സോറി ഗൈസ്, അപ്പം ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞേ. ഇത് നമ്മൾ ഇത് മാത്രം ഇത് എവിടെ നിന്ന് ഊരാൻ കഴിയുന്നതാണ്. അപ്പം നമുക്ക് ഇതൊന്ന് ഇട്ട് വെക്കാം. സോറി ഗൈസ്, അപ്പം ഇത് നമ്മൾ നേരത്തെ ഇതൊന്ന് ഊരിപ്പോയതാണ്. അപ്പം നമുക്ക് നേരെ ഡൈനോസിൻ്റെ 360 വീഡിയോസിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ ആ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വീഡിയോ സ്റ്റാർട്ട് ആവാം. ശരിക്കും എൻ്റെ മുമ്പിൽ ഡൈനോസറിനെ കാണാം. പക്ഷെ ഇത് ഒരു ശരിക്കും വേറെ ഒന്നും എനിക്ക്
ഇപ്പൊ ഞാൻ അഭിനയിച്ചാല്. അപ്പൊ ഗൈസ് ഡൈനോസറുകളുടെ വീഡിയോ ഒരു അടിപൊളിയായിട്ട് ഒറിജിനലായിട്ട് നമ്മുടെ കൺമുമ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് ഇത് 500 രൂപയ്ക്ക് ഭയങ്കര വെർത്താണ്. ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിരുന്നെങ്കിൽ